ഹലോ, ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരാളുണ്ട്. എൻ്റെ രണ്ടാമത്തെ മോള് കൃഷ്ണശ്രീ. അവളെ വീഡിയോയിൽ ഇന്ന് ഇൻട്രോയിൽ കൂട്ടണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാനൊക്കെ നോക്കുന്ന സമയത്ത് കുറേ നേരമായി ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എടുക്കുന്ന സമയത്ത് വലിയ പ്രശ്നമില്ല, പക്ഷേ കിടത്തിക്കഴിഞ്ഞാൽ അപ്പോൾ കരയാൻ തുടങ്ങും. കുറേ ദിവസമായി ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അവൾക്ക് പകൽ ഉറക്കം കുറവാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. കുറേ ദിവസമായിട്ട് ചെയ്യാൻ വിചാരിക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ എനിക്ക് വിചാരിച്ചു ഇനിയും വെയിറ്റ് ചെയ്താൽ പിന്നെ ഇത് എടുക്കാനുള്ള മൂഡ് പോകും. അതായത് അവൾ കിടന്നിട്ട് എന്തായാലും ഉറങ്ങുന്നില്ല. കുറേ നേരം ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഞാൻ അവളെ എടുത്തുകൊണ്ട് ഇന്നത്തെ ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഡെലിവറി ബാഗിൽ ഞാൻ കൊണ്ടുപോയത് എന്തൊക്കെയാണ് എന്നുള്ളത് കാണിച്ചു തരാനാണ് വന്നിരിക്കുന്നത്. ജൂൺ 17 ഇവളെ പുറത്ത് വരാനുള്ള ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൾ അതിന് മുന്നേ തന്നെ മെയ് 26 തന്നെ പുറത്തേക്ക് വന്നു. മെയ് 26 രാവിലെ 9:30 ആയപ്പം ആയിരുന്നു ഡെലിവറി. മുന്നത്തെ വീഡിയോയിൽ പ്രഗ്നൻ്റ് ആയിരുന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. മോളുണ്ടായതിനു ശേഷമുള്ള പുണ്യാഹവും അവൾ 28 ഒക്കെ ഷോർട്സായിട്ട് ഇട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ ഇടാൻ പറഞ്ഞ പോലെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സമയം ഉണ്ടായിട്ടല്ല, അതുകൊണ്ടാണ് മോൾ ഉറങ്ങാനിട്ട് അവളെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇൻട്രോ പറയുന്നത്. എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചതായിരുന്നു. ഞാൻ എൻ്റെ ഡെലിവറീൻ്റെ മുന്നേ, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തേ ഞാൻ ആഗ്രഹിച്ചിരുന്നതായിരുന്നു ഡെലിവറി ബാഗ് പാക്ക് ചെയ്യുമ്പം അത് വീഡിയോ എടുത്ത് യൂട്യൂബിലിടണം എന്നുള്ളത്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഡെലിവറി നടക്കും എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചുകൂടെ സാധനങ്ങളാവാനുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും വാങ്ങിയതിന് ശേഷം പെട്ടിയിലേക്ക് വെക്കുമ്പോൾ വീഡിയോ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ഒരു ഡെലിവറി നേരത്തെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമെങ്കിലും ഞാനൊരു 4-5 ദിവസം നേരത്തെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. ഇത്രയും നേരത്തെ ഡെലിവറി നടക്കുമെന്ന് വിചാരിക്കാത്തതുകൊണ്ട്, ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഡെലിവറി ബാഗ് പാക്കിങ് ഫുള്ളാവുന്നതിന് മുന്നേ തന്നെ ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനാച്ചാൽ ഡെലിവറി ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അന്നേരം പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോയത് എന്നുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മോക്കാണെങ്കിൽ പകൽ ഉറക്കവും കുറവാണ്. അങ്ങനെ ആയി. ഇന്ന് ഇപ്പോൾ അവൾ ഉറക്കാൻ കിടത്തിയതായിരുന്നു. കുറേ നേരം ഞാൻ അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അവൾ എണീറ്റുകൊണ്ടിരിക്കുകയാണ്, ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അവളെയും കൂടെ കൂട്ടിയിട്ട്, അവൾ ഉണ്ടായതിന് ശേഷമുള്ള ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ അത് അവളെയും കൂടെ കൂട്ടിയിട്ട് തന്നെ ഇന്നത്തെ ഇൻട്രോ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇനി അധികം പറയുന്നില്ല, എന്തൊക്കെയാണ് ഞാൻ ഡെലിവറി ബാഗിൽ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് പറയാം. ഫസ്റ്റ് ഡെലിവറിക്ക് പോയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അറിയാം. എന്നാലും ഒരു 6 കൊല്ലം മുന്നേ ഉള്ളതല്ലേ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഡെലിവറിയുമായി ബന്ധപ്പെട്ട വീഡിയോ കാണാനായുള്ള കൂടുതൽ താല്പര്യം ഉണ്ടാവുക ആ സമയത്ത്. അതേപോലെ ആരെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഇതിൽ അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഡെലിവറി മെയ് 26 പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്തിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മോളെ എങ്ങനെയൊക്കെയോ ഞാൻ ഉറക്കി കെടുത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും നല്ല അടച്ച മഴയാണ്, കറണ്ട് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴേൻ്റെ സൗണ്ട് ഉണ്ടാവും. ഞാൻ നല്ലൊന്ന് ശ്രമിച്ചു നോക്കാം. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മറന്നു പോവാതെ എടുത്തു വയ്ക്കേണ്ട കാര്യമാണ് നമ്മളെ സ്കാനിങ്ങിൻ്റെതും നമ്മൾ കഴിച്ച മരുന്നുകളുടെയൊക്കെ റിപ്പോർട്ടുകൾ. അപ്പം മെഡിക്കൽ റെക്കോർഡ്സ് എടുത്തു വയ്ക്കുക ബാഗിൽ ആദ്യം തന്നെ. അത് കഴിഞ്ഞ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ റിസീവിങ് ബ്ലാങ്കറ്റാണ്. വാവേനെ തരുമ്പോഴാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും എപ്പോഴും നമ്മൾ വാവേനെ പൊതിഞ്ഞ് സൂക്ഷിക്കണമല്ലോ, പൊതിഞ്ഞ് കൊണ്ട് നടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റിസീവിങ് ടവല്. ഇത് പോപ്പീസിനാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് സാധനമാണ്. വലിയ കട്ടിയൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം ചൂടുണ്ടാവുകയും ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റാണ്. നമ്മൾ ഇങ്ങനത്തെ ഒന്ന് മാത്രം കൊണ്ടുപോയാൽ മതിയാവില്ല. എങ്ങനെയെങ്കിലും നനയോ എന്തെങ്കിലും അഴുക്കാവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മാറ്റണമല്ലോ. അപ്പോൾ ഞാൻ 3 കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ATM കാർഡ് വെച്ചാൽ ATM കാർഡ്, പിന്നെ ആധാർ കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും പൈസ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കണം. പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാവരും വാവേനെ
എടുക്കാൻ സൗകര്യത്തിന് ഇങ്ങനെയുള്ള ഒരു ബേബി കാരിയർ കൊണ്ടുപോകാറുണ്ട്. അപ്പം ഇതും പോപ്പീസിൻ്റെ കടയിൽ നിന്ന് തന്നെ പോയി വാങ്ങുകയാണ് ചെയ്തത്. ഇതിങ്ങനെ നമുക്കറിയാമല്ലോ, ഇതിങ്ങനെ 2 സ്ഥലത്ത് സിബുണ്ട്, അതിങ്ങനെ തുറക്കുക, അതിൽ വാവനെ കിടത്താൽ നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് പോവുക ചെയ്യാം. അപ്പോൾ നമുക്കിത് എടുക്കാൻ സൗകര്യമാണ്. അതുപോലെ മോന് മടിയിൽ വെക്കണമെങ്കിലൊക്കെ എന്തായാലും അവന് ഭയങ്കര ഇഷ്ടമാണ് വാവേനൊക്കെ. അപ്പോൾ അവന് മടിയിൽ വെക്കാനൊക്കെ ഇതുണ്ടെങ്കിൽ സൗകര്യം അവർ വിചാരിച്ചിട്ട് ഇതൊക്കെ ആദ്യം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവർക്കും സൗകര്യമായിരിക്കും. വാവയ്ക്ക് കിടക്കാൻ, ചൂട് തട്ടി കിടക്കാനാണെങ്കിലും വാവേനെ എടുക്കാനൊക്കെ സൗകര്യമാണ്. ഇത് നമുക്ക് അത്യാവശ്യമാണ് തന്നെ പറയാം, നിർബന്ധമില്ല, എന്നാലും നമുക്ക് സൗകര്യമായിട്ടുള്ള ഒരു കാര്യമാണിത്. വാങ്ങിയാൽ വെറുതെ ആവില്ല, പക്ഷെ കുറച്ച് കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രം. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് നമ്മളെ ക്വിക്ക് ഡ്രൈ ഷീറ്റാണ്. അത് ലാർജ് സൈസാണ് വാങ്ങിയത്. ഇങ്ങനത്തെ ഇത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ആമസോണാണോ ഫ്ലിപ്കാർട്ടാണോ ഓർമ്മയില്ല. ഇങ്ങനത്തെ പിങ്കും പിന്നെ ഒരു സ്കൈ ബ്ലൂ കളറുള്ള ഡ്രൈ ഷീറ്റാണ് വാങ്ങിയത്. കാരണം മോൻ്റെ സമയത്ത് ആദ്യം സ്മോൾ വാങ്ങി, പെട്ടെന്ന് തന്നെ അവൻ വലുതായി, പിന്നെ അത് ഒഴിവാക്കേണ്ടി വന്നു. മീഡിയം വാങ്ങി, പിന്നെ അവസാനം ഏറ്റവും വലുത് തന്നെ വാങ്ങേണ്ടി വന്നു. അപ്പോൾ ആദ്യം ലാർജ് തന്നെ വാങ്ങി, ഇടയ്ക്കിടയ്ക്ക് മാറ്റി വാങ്ങണ്ടല്ലോ വിചാരിച്ചിട്ട് വാങ്ങുമ്പോൾ തന്നെ 2 ലാർജ് വാങ്ങി. എന്തിനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ബെഡിലൊക്കെ കിടന്ന സമയത്ത് ഡയപ്പർ യൂസ് ചെയ്യാത്ത സമയത്ത് തുണിയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കിടക്കയിൽ നനയല്ലോ. അപ്പോൾ കിടക്കൊക്കെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വിരിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊരു മുണ്ടിൻ്റെ കഷ്ണം അവൻ ഇട്ടിട്ട് വേണം കിടത്താൻ. ഇതിൽ മാത്രമായിട്ട് കിടത്തരുത്, കാരണം ഇത് ചൂടുള്ള സാധനമാണ്. അപ്പം ചൂടുള്ളതെന്ന് വെച്ചാൽ ഇത് കിടത്തി കഴിഞ്ഞാൽ വേഗം ചൂടാവും. അപ്പോൾ ഇത് വിരിച്ചിട്ട് ഇതിൻ്റെ മേലെ ഒരു മുണ്ടിൻ്റെ കഷ്ണം ഇട്ടിച്ച് വേണം നമ്മൾ വാവനെ കിടത്താൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് റോംബേഴ്സിനെ പറ്റിയിട്ടാണ്. 4 റോംബേഴ്സാണ് ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. 2 എണ്ണം ഓൺലൈനായിട്ട് വാങ്ങിയതാണ്, 2 എണ്ണം പോപ്പീസിൻ്റെ കടയിൽ പോയിട്ട് വാങ്ങിയതാണ്. റോംബേഴ്സ് വെച്ചാൽ അറിയാമല്ലോ, ഇങ്ങനെ കയ്യും കാലൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിലുള്ള റോംബേഴ്സ്. ഇതും പിന്നെ ഇത് രണ്ടും പോപ്പീസിലെ കടയിൽ പോയിട്ടാണ് വാങ്ങിയത്. പിന്നെയുള്ളത് ഓൺലൈനായിട്ട് വാങ്ങിയത് ആമസോണിൽ നിന്നാണെന്ന് തോന്നുന്നു. ആമസോണിൽ ആവാനാണ് സാധ്യത. ഇതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കോംബോ ആയിട്ട് വന്നതാണ് ഇതും. അങ്ങനെ 4 റോംബേഴ്സാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എടുത്തിട്ടുള്ളത്. റോംബേഴ്സ് അല്ലാതെ ഇടാനുള്ളതും നമ്മൾ കുഞ്ഞുടുപ്പുകൾ വാങ്ങി വയ്ക്കുമല്ലോ. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഇത്ര എണ്ണം എന്നൊന്നുമില്ല. കൈ കിട്ടിയ കുറച്ച് എണ്ണം എന്തായാലും എടുത്തിട്ടുണ്ട്. കൈയില്ലാത്ത ഉടുപ്പാണ് ഇങ്ങനെയുള്ള. ഇത് ഓൺലൈനായിട്ട് വാങ്ങിയതല്ല. റോംബേഴ്സ് മാത്രമേ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളൂ. ബാക്കി ഇതൊക്കെ കടയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള കുറച്ച് ഉടുപ്പുകൾ ഇതും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. റോംബേഴ്സും അതുപോലെ ഇങ്ങനെയുള്ള ഉടുപ്പുകൾ. കെട്ടുടുപ്പ് വാങ്ങിയിട്ടില്ല, കാരണം കെട്ടിയ ഉടുപ്പ് എന്ന് വെച്ചാൽ മോനകത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വേഗം കയറി മുകളിലേക്ക് കയറി പോവുകയും ചെയ്യും. പിന്നെ നടുക്കൊക്കെ ഇങ്ങനെ കെട്ടിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അപ്പം കുടുക്കുള്ളതോ ബട്ടൺസ് ഉള്ളതോ അല്ലെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്നതോ ആയിട്ടുള്ള കുഞ്ഞുടുപ്പ് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് മല്ലുമുണ്ടില്ലേ, അങ്ങനെ മല്ലുമുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഡയപ്പർ ഫ്രീ ടൈം എന്തായാലും വേണം. രാത്രി മുതൽ രാവിലെ വരെ നമുക്ക് ഡയപ്പർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാത്ത പകൽ സമയത്തൊക്കെ നമ്മൾ ഇടയ്ക്ക് ഡയപ്പറിന് പകരമായിട്ട് തുണി വയ്ക്കുന്നതാണ് നല്ലത്. അവർക്ക് നല്ലതാണല്ലോ ഡയപ്പറിനേക്കാളും. പക്ഷേ ഡയപ്പർ ഉപയോഗിക്കുന്നത് കുഴപ്പമുണ്ടെന്നല്ല. ഡയപ്പർ റാഷ് ക്രീമൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഡയപ്പർ ഉപയോഗിക്കാം. അത് ഇടയ്ക്ക് ഡയപ്പർ ഫ്രീ ടൈം കൊടുക്കുന്നത് എന്തായാലും നല്ലതാണ്. അപ്പോൾ ആ ഒരു ഡയപ്പർ ഫ്രീ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച്, ഇത്രയല്ല, ഒരു 30 പീസെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടാവും. ഇപ്പം തൽക്കാലത്തേക്ക് ഇത്ര കാണിച്ചു തരുള്ളൂ. ബാക്കി ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലക്കിയിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല, അലക്കാനുള്ളതുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് മല്ലുമുണ്ട്. ഇതിനങ്ങനെ കൃത്യമായിട്ട് അളവൊന്നുമില്ല. ചെറുതും വലുതുമായിട്ട് പല അളവിൽ മുറിച്ച് വക്കടിച്ച് അയൺ ചെയ്തിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെയുള്ളത് ഇങ്ങനെയുള്ള ലങ്കോട്ടാണ്. ഇത് തുണി പോലെ തന്നെയാണ്. മുണ്ടിൻ്റെ കഷ്ണം വയ്ക്കുന്നതിന് പകരം വയ്ക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് തുണീൻ്റെ തന്നെ സംഭവമാണിത്. എന്താ വെച്ചാൽ നമ്മൾ മൂത്രമായാലൊക്കെ ലീക്ക് അടിയിലേക്ക് ആവുകയൊക്കെ ചെയ്യും. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ കെട്ടിക്കൊടുക്കാവുന്ന ഒന്ന്. ഇത് നമുക്ക് തുണിക്ക് പകരം യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാനിത് വെറുതെ ആമസോണിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങി നോക്കിയെന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കിത് മൂത്രമായാലും മോശം പോയാലൊക്കെ നമ്മളിത് എന്തായാലും മാറ്റി കൊടുക്കണം. ഡയപ്പറിന് പകരം ആവില്ല, തുണിക്ക് പകരം ഇടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്.
ഇതിന് നാപ്പി എന്ന് പറയാൻ തോന്നുന്നു. നാപ്പി, ലങ്കോട്ട് എന്നൊക്കെയാണ് ഇതിന് പറയാം. റോംബേഴ്സ് ഇടാത്ത സമയത്ത് നമ്മൾ മറ്റേ കെട്ടുടുപ്പോ അല്ലെങ്കിൽ ബട്ടനുള്ളതായിട്ടുള്ള ചെറിയ കുഞ്ഞുടുപ്പ് ഇടിക്കല്ലോ, ആ സമയത്ത് കയ്യിലും കാലിലും തണുപ്പടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിറ്റൻസും ബൂട്ടീസും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 4 ഞാൻ കാണിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഉണങ്ങിയിട്ടില്ല, അലക്കാനുള്ളതുണ്ട്. നേരത്തെ മുടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു 5-6 ജോഡി എടുത്തിട്ടുണ്ടായിരുന്നു മിറ്റൻസും ഇങ്ങനെയുള്ള മിറ്റൻസും ബൂട്ടീസും കയ്യിലും കാലിലും തണുപ്പടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓൺലൈനായിട്ട് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ഒന്നാണ് ഫേസ് ടവൽ അല്ലെങ്കിൽ വാഷ് ക്ലോത്ത് എന്നൊക്കെ പറയുന്ന ഇത്. ലവലാപ്പിൻ്റെ ഫേസ് ടവലാണ് വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യമാണെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് മുട്ടിൻ്റെ കഷ്ണമായാലും മതി, പക്ഷെ കാണാനുള്ളൊരു ഭംഗി കൊണ്ട് നമ്മളിത് വാങ്ങിയതാണ്. എന്തെങ്കിലും വാവ ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് തുടയ്ക്കാനായിട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒന്ന് നമ്മൾ ആമസോണിനാണ് തോന്നുന്നുണ്ട്, ലവലാപ്പിൻ്റെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതിൽ എല്ലാം പുറത്തെടുത്തിട്ടില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത്. ഓരോന്നിലും ഓരോ തരത്തിലുള്ള പ്രിൻ്റാണ്. ഇനി നമുക്ക് ഛർദ്ദിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് ടവൽ അത്യാവശ്യമല്ല, എന്നാലും ആവശ്യമാണ് താനും. പിന്നെ വേറൊരു സാധനമാണ് വെറ്റ് വൈപ്സ്. വെറ്റ് വൈപ്സിനേക്കാൾ നല്ലത് വാട്ടർ വൈപ്സാണ്. നമ്മൾ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് 2 പാക്ക് വാട്ടർ വൈപ്സ് ആയിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതാണ് നല്ലതെന്ന് കണ്ടിട്ട് അപ്പം അതിപ്പം തീർന്നിട്ട് നമ്മൾ പോയ കടയിൽ അതില്ലായിരുന്നു. അപ്പം പകരം ഏട്ടൻ വാങ്ങിയതാണിത്. അപ്പം നമ്മൾ വാങ്ങുമ്പം ഹോസ്പിറ്റലിലേക്ക് വാങ്ങുമ്പോഴാണെങ്കിലും അല്ലാണ്ട് വാങ്ങുകയാണെങ്കിലും വൈപ്സ് വാങ്ങുമ്പം വെറ്റ് വൈപ്സിനേക്കാൾ നല്ലത് വാട്ടർ വൈപ്സ് വാങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് മദർ സ്പ്ലാഷിൻ്റെ വാട്ടർ വൈപ്സ് ആയിരുന്നു. അതേപോലെ ഹോസ്പിറ്റൽ ബാഗിലേക്ക് കൊണ്ടുപോകേണ്ട സാധനമാണ് പമ്പേഴ്സ് നല്ല ഡയപ്പർ, മമ്മി പോക്കോ അല്ലെങ്കിൽ പമ്പേഴ്സ്. നമ്മൾ പമ്പേഴ്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏത് ഡയപ്പറാണെങ്കിലും നമുക്ക് ന്യൂ ബോൺ ബേബീസിന് ടാപ്പഡ് ആയിട്ടുള്ള ഡയപ്പറാണ് നല്ലത്. മറ്റേ പാൻറ്റീസ് ആയിട്ടുള്ളതിനേക്കാൾ നല്ലത് ടാപ്പഡ് ആയിട്ടുള്ള. അപ്പം ടാപ്പഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഡയപ്പർ നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുകൊണ്ടുവരും. അവിടെ നിന്ന് തരും. പക്ഷേ നമ്മളെന്തായാലും ഹോസ്പിറ്റൽ ബാഗിൽ സാധനങ്ങൾ വെക്കുന്ന സമയത്ത് കുട്ടികളെ ഈ റോംബേഴ്സും കുഞ്ഞുടുപ്പും ഒക്കെ വെക്കുന്നത് പോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഡയപ്പേഴ്സ്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എപ്പോൾ പോവുകയാണെങ്കിലും കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ് പ്ലേറ്റും ഗ്ലാസും സ്പൂണ് ഞാനിപ്പോൾ എടുത്തിട്ടില്ല, എന്തായാലും നമുക്കിത് എടുക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പം പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ്, തൂക്കുപാത്രം, ഫ്ലാസ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ ബാഗിലേക്ക് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റംസാണ്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും ഒരു പെണ്ണ് കയ്യിൽ വെക്കുന്നത് എന്തായാലും നല്ലതാണ്. എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ഒപ്പിട്ട് കൊടുക്കാനും എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ബാഗിൽ ഒരു പെന്നും എടുത്ത് വയ്ക്കുക. ഏറ്റവും ഉപകാരപ്പെട്ട വേറൊരു കാര്യമാണ് ബ്രസ്റ്റ് പാഡ്. ഇതാണ് ബ്രസ്റ്റ് പാഡ്. അപ്പം ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. കാരണം നമ്മൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് മിൽക്ക് ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ലീക്ക് വരുമ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവുമ്പം ഒരു വൃത്തികേടല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സഹായിക്കുന്ന ഒന്നാണ് ബ്രസ്റ്റ് പാഡ്. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അപ്പം കൊണ്ടുപോകണം നിർബന്ധമില്ല, പക്ഷെ നമുക്ക് ചിലപ്പോൾ ചേർക്ക് ആവശ്യം വന്നേക്കാം. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് ബ്രസ്റ്റ് പമ്പ്. ഇതാണ് ബ്രസ്റ്റ് പമ്പ്. ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ മിൽക്ക് ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കല്ലിക്കും. അപ്പോൾ ആ കല്ലിക്കുന്ന സമയത്ത് എടുത്ത് കളയാനോ അല്ലെങ്കിൽ നമുക്ക് ഇതെടുത്ത് പാലെടുത്ത് സൂക്ഷിക്കാനോ എല്ലാത്തിനും പാല് പമ്പ് ചെയ്തെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാൽ ബ്രസ്റ്റ് പമ്പ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാലോ ഫോണും ചാർജറും എന്തായാലും നമ്മൾ ബാഗിൽ വെക്കണം. കുട്ടിക്കുള്ള ഡ്രസ്സ് പോലെ തന്നെ പ്രധാനമാണല്ലോ അമ്മയ്ക്കുള്ള ഡ്രസ്സ്. അപ്പം അമ്മയ്ക്കുള്ള ഡ്രസ്സും ഇതാ ഒരു 4-5 ജോഡി നമുക്കുള്ള ഡ്രസ്സ്. അത് എനിക്ക് മാക്സി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് നൈറ്റിയൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഫീഡിങ് ഫ്രോക്കാണ് ഇഷ്ടം. അപ്പം ഫ്രോക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഫീഡിങ് ഫ്രോക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 ഫീഡിങ് ഫ്രോക്ക് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് ടോയ്ലറ്ററീസ് നമുക്കറിയാമല്ലോ, സോപ്പ്, ഷാമ്പു, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ. നമുക്ക് ഡെറ്റോൾ മുക്കി അലക്കണമെങ്കിൽ ഡെറ്റോൾ. സോപ്പിന് പകരം ഞാൻ ബോഡി വാഷാണ് എടുത്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഹാൻഡ് വാഷ് നമുക്ക് ആവശ്യം വരുമല്ലോ, ഹാൻഡ് വാഷ്. അതേപോലെ തന്നെ സാനിറ്റൈസറും ഹാൻഡ് വാഷും സോപ്പും, അലക്കുന്ന സോപ്പും കുളിക്കുന്ന സോപ്പും, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനം തന്നെയാണ്. പിന്നെ വെളിച്ചെണ്ണ, നമുക്ക് തല തേക്കാനോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ കൊണ്ടുപോകണം. അതേപോലെ തന്നെ പാത്രം കഴുകണമെങ്കിൽ നമുക്ക് ലിക്വിഡോ അല്ലെങ്കിൽ നമ്മുടെ ബാറോ എന്തെങ്കിലും എന്തായാലും വേണമല്ലോ. അപ്പം അതും നമുക്ക് ടോയ്ലറ്റ്രീസിൽ പെടുത്താവുന്ന കാര്യങ്ങളാണ്. ഇത് കൂടാതെ നമുക്ക് ഫാൻസി ഐറ്റംസ്, ചീപ്പ്, പൗഡർ, കൺമഷി ഇതൊക്കെ വേണമെങ്കിൽ, മുടിക്കുടുക്ക, ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടാവും. ഇതൊക്കെ ആവശ്യമില്ലെങ്കിലും ചീർപ്പും മുടിക്കുടുക്കയും എന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒരു സഞ്ചിയിലോ കിറ്റിലോ, അതുപോലെ ടോയ്ലറ്റ്രീസൊക്കെ വേറൊരു കിറ്റിൽ, അമ്മയ്ക്കുള്ള ഡ്രസ്സ് ഒരു സഞ്ചിയിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ, പിന്നെ കുട്ടിക്കുള്ളത് വേറൊരു ഇതിൽ, അങ്ങനെ ഓരോന്ന് നമ്മളിങ്ങനെ തരംതിരിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടെ ഉള്ളവർക്ക് എടുക്കാൻ സൗകര്യമായിരിക്കും. നമുക്ക് എന്തായാലും ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോൾ എടുക്കാനാവില്ലല്ലോ. അപ്പം കൂടെ ഉള്ള ആൾക്ക് എടുക്കാൻ സൗകര്യമായിരിക്കും ഇങ്ങനെ ഓരോ നമുക്ക് ഓർഗനൈസ്ഡ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് വാവയ്ക്ക് വേണ്ട ഒരു സാധനമാണ് നെറ്റ് ബെഡ്. അത് വാവയ്ക്ക് എന്തായാലും കൊതുകിൻ്റെ ശല്യം ഉണ്ടെങ്കിലും ഈച്ചേൻ്റെ ശല്യം ഉണ്ടെങ്കിലും നെറ്റ് അത്യാവശ്യമാണല്ലോ. അത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആവശ്യമുള്ളതാണ്. ഹോസ്പിറ്റലിലാണെങ്കിലും വീട്ടിൽ വന്നാലും നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ് നെറ്റ് ബെഡ്. ഞാൻ ഇങ്ങനത്തെ വാങ്ങിയെന്ന് കാണിച്ചു തരാം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ പെർഫെക്റ്റായിട്ട് എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മോള് കരയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോകേണ്ടി വരുന്നുണ്ട്, സ്ഥലം മാറിയിട്ടുണ്ട്. അങ്ങനെ അത്ര ക്ലിയറായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്നും വിട്ടുപോകാതെ എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ്. പിന്നെ ഒരു കാര്യം വിട്ടുകൊണ്ട്, പിന്നെ നമ്മൾ സാനിറ്ററി പാഡ്, അത് ഞാൻ എവറവേണ്ടതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അത്യാവശ്യമുള്ള സാധനം തന്നെയാണ്. നമുക്ക് അമ്മയ്ക്കുള്ള ഡ്രസ്സ്, കുട്ടിക്കുള്ള ഡ്രസ്സ്, നെറ്റ് ബെഡ്, പാത്രങ്ങൾ, ടോയ്ലറ്റ്രീസ്, ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെയല്ല, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ഈ പോസ്റ്റ്മോർട്ടം സാനിറ്ററി പാഡ്. ഞാൻ എവറവേൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ നമുക്ക് അന്നേരം തരും, എന്നാൽ നമുക്കത് മതിയാവില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് പാഡും കൂടെ വെക്കേണ്ടതാണ്. എവറവേൻ്റെ നല്ലതായിരുന്നു, എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ ഡെലിവറിക്ക് ന്യൂ മൊമെൻ്റെതായിരുന്നു. അത് വലിയ മോശമല്ല. അത് ഇപ്പം അതിൻ്റെ ആവശ്യം കഴിഞ്ഞതുകൊണ്ട് ഇപ്പം എനിക്ക് കാണിച്ചു തരാൻ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല. ഡെലിവറി ബാഗ് പാക്ക് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പാഡും കൂടി മറക്കാണ്ട് പാക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഞാൻ പിന്നെ എടുക്കാം സൗകര്യം കിട്ടുന്നത് എപ്പോഴെങ്കിലും സമയം കിട്ടുമായിരിക്കും. സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് പോവുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് തൃപ്തിയായിട്ടില്ലെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം ബാക്കി വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെയോ കൂടി ഷൂട്ട് ചെയ്തതാണ് ഇന്നത്തെ വീഡിയോ. മോൾ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ കൂടി ഇന്നത്തെ വീഡിയോ തീർത്തിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ എന്തായാലും ഇത്രയാണ് ഉള്ളൂ. ഇതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വിട്ടുപോകാണ്ട് എടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കുള്ള ഡ്രസ്സ്, കുട്ടിക്കുള്ള റോംബേഴ്സും അല്ലാത്ത ഡ്രസ്സും, പിന്നെ വാട്ടർ വൈപ്സ്, പിന്നെ അമ്മയ്ക്കുള്ള പാഡ്, കുട്ടിക്കുള്ള ഡയപ്പർ, നെറ്റ് ബെഡ്, പിന്നെ ടോയ്ലറ്റ്രീസ്, ഫാൻസി ഐറ്റംസ് വേണ്ടവർ ഫാൻസി ഐറ്റംസ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ടും. പിന്നെ പാത്രങ്ങളും, പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ. പിന്നെ കത്തി, കത്രിക, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ളത്. സോപ്പൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ സോപ്പൊക്കെ സെറ്റഫീലിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ പോക്കിൽ കൂടി വീഴാതെ കുളിപ്പിക്കില്ലല്ലോ. അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് സോപ്പിലൊന്നും ആവശ്യം വരുന്നില്ല. ഡെലിവറി അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ എന്തായാലും യൂട്യൂബിൽ ഡെലിവറി ബാഗിനെ പറ്റിയും ഡെലിവറിനെ പറ്റിയും ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉറപ്പാണല്ലോ. ഞാനും പ്രഗ്നൻ്റ് ആയ ടൈമിൽ കുറേ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ബാക്ക് പാക്കിങ്ങിൻ്റെ ഒക്കെ കുറേ തവണ വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരാളതും രണ്ടാളതൊന്നുമല്ല, കുറേ കണ്ടു. അപ്പോൾ അതേപോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ചറവറാന്ന് സാധനങ്ങൾ വാരി വലിച്ച് കൊണ്ടുപോയിട്ടില്ല. അതിൻ്റെ ആവശ്യം വേണ്ടി വന്നിട്ടുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.